തിരുവനന്തപുരം വഞ്ചിയൂരിൽ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചിരിക്കുന്നു. കൊറിയർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടയിലാണ് വെടിവെപ്പ് ഉണ്ടായത്. വള്ളക്കടവ് സ്വദേശിനി ഷിനിക്ക് പരിക്കേറ്റിട്ടുണ്ട്. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു എയർഗൺ ഉപയോഗിച്ചുള്ള വെടിവെപ്പിലേക്കൊക്കെ കാര്യങ്ങൾ പോയത് എങ്ങനെയാണ്? ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ത്? സലീം. റിജിത്ത്, ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സംഭവം നടന്ന വീട്ടിലാണ്. പോലീസുകാർ ഇപ്പോൾ മൊഴി ശേഖരിക്കുന്നതേ ഉള്ളൂ. മാത്രമല്ല, നമുക്ക് ഈ വീടിനുള്ളിലേക്ക് കയറാൻ പറ്റില്ല. കാരണം ഈ വെടിവെക്കാനെത്തിയ സ്ത്രീ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അവരുടെ ഫിംഗർ പ്രിന്റ് ഉൾപ്പെടെ ഇവിടുത്തെ ഗേറ്റിൽ ഉൾപ്പെടെ പതിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ പോലീസിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് കയറ്റിവിടാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കുന്ന വിവരം അനുസരിച്ച് ഇന്ന് രാവിലെ 8 മണി സമയത്തോടു കൂടി ഒരു സ്ത്രീ ഇവിടേക്ക് എത്തുന്നു. അത് കൊറിയർ നൽകാനാണെന്ന് പറഞ്ഞാണ് അത് എത്തിയത്. അത് സത്യമാണോ അല്ലേ എന്നറിയില്ല. അവർ മുഖം മറച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്താണ് പ്രകോപനമെന്നോ മറ്റോ ഒന്നും അറിയില്ല. അതിനുള്ളിൽ അവർ കയ്യിൽ കരുതിയിരുന്ന എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചതിന് ശേഷം വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ, മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പരിശോധനയ്ക്കായി ഇവിടേക്ക് എത്തുകയാണ്. എന്തായാലും മറ്റു വിവരങ്ങൾ, അതായത് ഇവർ ആരാണ്, എന്താണ് മുൻവൈരാഗ്യം എന്നതുൾപ്പെടെയുള്ള വിവരങ്ങളിൽ ഇനിയൊരു വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ ഈ പ്രാഥമികമായ സൂചനകൾ പ്രകാരം അവർ കൊറിയർ നൽകാൻ എന്ന വ്യാജേന എത്തി എന്നുള്ളതാണ് പറയുന്നത്. അത് കൊറിയർ നൽകാൻ തന്നെയാണോ എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ ഈ സംഭവത്തിന്റെ ഈ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ടൊരു പരിശോധന നടത്തുക എന്നുള്ളതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. പ്രത്യേകിച്ചും ഈ ഭാഗത്ത് ഒരു കാർ രാവിലെ കണ്ടതായുള്ള ചില വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ആ കാർ കേന്ദ്രീകരിച്ചു കൂടിയുള്ള പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പലരും ഇന്ന് പുലർച്ചെ രാവിലെ ആയതുകൊണ്ടും ഞായറാഴ്ച ആയതുകൊണ്ടും ഈ പ്രദേശത്തെ ആളുകളൊക്കെ ഒന്ന് ഉണർന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇവിടുത്തെ നാട്ടുകാരിൽ ചിലർ തന്നെ ഇപ്പോൾ നമ്മളോടൊപ്പം ഒക്കെ ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഇവിടുത്തെ നാട്ടുകാരനാണോ? ഞാൻ ഇവിടുത്തെ നാട്ടുകാരൻ തന്നെ. എനിക്ക് അറിയില്ല കാര്യം, ഞാൻ ഇവിടെ പോലീസുകാരെ നിൽക്കണമെന്ന് അറിഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, ഈ സംഭവം ഇവർക്ക് എന്തെങ്കിലും നേരത്തെ മുൻവൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും? എനിക്കറിയില്ല. ചേട്ടൻ അയൽവാസിയാണോ? ഈ വീട്ടിൽ തൊട്ടടുത്ത വീട്ടിലാണല്ലോ. എന്തെങ്കിലും ശബ്ദം കേട്ടിരുന്നോ രാവിലെ? സംഭവം ഒന്നും കേട്ടില്ല. അതായത് ഞാൻ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മോനും മരുമോളും കൂടെ അപ്പുറത്തെന്തോ പ്രശ്നമെന്ന് പറഞ്ഞാൽ അവർ ഇറങ്ങി വന്നു. അപ്പം ഞാൻ 82 വയസ്സായാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുക്ക് അങ്ങനെ എനിക്കൊന്ന് ചെവി ചില കേൾവി കുറവാണ്, കാഴ്ച ഒത്തിരി കുറവാണ്. അപ്പം അതുകൊണ്ട് ഞാനതിൽ ഒന്നും പെട്ടെന്ന് ഇൻവോൾവ് ചെയ്യില്ല. എൻ്റെ പ്രായം ഇവർ പോയി. അപ്പം ഞാനും ഇറങ്ങി വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കൊരിയർ വന്നു. അത് അഡ്രസ്സിൻ്റെ പേരിൽ അവർ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഇതൊരു സ്ത്രീയാണ്. അവരെ ഇങ്ങനെ റെയിൻ കോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ തല കൂടെ മറച്ചിരുന്നു എന്ന് പറഞ്ഞ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇവർ എന്താണ് ശരിക്കുമുള്ള ഈ സ്ത്രീയെ പറ്റിയൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇവരെല്ലാം പോയി കഴിഞ്ഞതിന് ശേഷമാണ് പരിസരത്ത് എവിടെയെങ്കിലും CCTV ക്യാമറകളോ മറ്റോ? അവിടെ ഈ വീടുണ്ടല്ലോ, ഈ ഫ്ലാറ്റ് അവരൊരു വാടകയ്ക്ക് എടുത്തിട്ട് അവർ മറ്റേ ഹോം സ്റ്റേ അങ്ങനെയൊക്കെ കൊടുക്കുകയാണ്. അവിടെയൊക്കെ ഉണ്ട്. ഈ വീട്ടിലുണ്ട്. ഈ വീട്ടിൽ അങ്ങനെ മുൻവൈരാഗ്യം ആർക്കെങ്കിലും ഉള്ള അങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല. ഇല്ല, അസ്വാഭാവികമായ ഒരു പ്രശ്നം ഒന്നുമില്ല. എനിക്കൊന്ന് ഈ കാർഗിൽ ആയിട്ട് ഞാനൊരു എക്സ് സർവീസ് മാനാണ്. അവിടെ ഈ കാർഗിൽ ഇന്നലെ ആയിരുന്നല്ലോ, കാർഗിൽ അല്ലേ, ഇന്നലെ പറഞ്ഞാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ചെയ്തോ, ഒരു മുസ്ലിമോ അങ്ങനെ എന്തോ എൻ്റെ ഒരു ഊഹമാണ്. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ഇങ്ങനെ കാണിക്കും ഒരു ന്യൂസ് ഉണ്ടാക്കുക. റിജിത്ത്, അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും ഈ മുൻവൈരാഗ്യമോ മറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നിലവിൽ പോലീസിന്റെ പരിശോധന നടക്കുകയാണ്. ഇവിടെ സലീം മാലിക്കാണ് ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ചില കാര്യങ്ങളിൽ അവിടെ വ്യക്തത വരേണ്ടതുണ്ട്. തിരുവനന്തപുരം വഞ്ചിയൂരിലാണ് എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചിരിക്കുന്നത്. കൊറിയർ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെയാണ് വെടിവെപ്പുണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട്. വള്ളക്കടവ് സ്വദേശി
സ്വദേശിനി ഷിനിക്ക് പരിക്കേറ്റിട്ടുണ്ട്. മുൻപരിചയമൊന്നുമില്ലാത്തൊരു സ്ത്രീ എത്തി എയർ ഗൺ ഉപയോഗിച്ച് വെടിയുതിർത്തു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അയൽക്കാരുടെ പ്രതികരണങ്ങളിൽ നിന്നൊന്നും ആ വീട്ടുകാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ മുൻവൈരാഗ്യം, ആർക്കെങ്കിലും എന്തെങ്കിലും മുൻവൈരാഗ്യം അവരോടുള്ളതായോ ഒന്നും അറിവില്ല. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘം പോലീസ് ശേഖരിക്കുന്നുണ്ട്. പോലീസ് സംഘം വീട്ടിലെത്തിയിട്ടുമുണ്ട്. അവിടെ നിന്ന് വിരലടയാളം അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. സലീം മാലിക് അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു.